ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പം മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം റെയിൻ ഗാർഡ് ചെയ്തിട്ടാണ് ഇനി വെട്ടേണ്ടത്. അപ്പം റബ്ബറിനെല്ലാം പ്ലാസ്റ്റിക് ഇടാൻ പോയിട്ടുണ്ട്. അപ്പം പ്ലാസ്റ്റിക്കെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് തെളിക്കുന്നുണ്ട്. അതായത് റബ്ബർ തെളിക്കുന്ന പരിപാടിയാണ് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നല്ല പാങ്ങിൽ നമ്മൾ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ ഇത് ഒരുപാട് പഴയ മരമാണ്. എന്നാൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതങ്ങനത്തെ ടെംപ്ലേറ്റൊന്നും ഉപയോഗിക്കാതെ സാധാരണ രീതിയിലാണ് ഈ ചേട്ടൻ ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിപ്പം കുറച്ച് സ്ലോപ്പിലാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം ഇത് മുന്നേ ചെത്തിയവർ അത് ആ രീതിയിലാണ് വെട്ടിയിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ടാണ് റെയിൻ ഗാർഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മുന്നേ ചെത്തി പോയവർ അതേപോലെ ആണ് ഇവർ ഇപ്പം വെട്ടുന്നത്. കാരണം മുമ്പ് വെട്ടിപ്പോയവർ ഇപ്പം ഈ ജോലിയിലില്ല. അതുകൊണ്ട് ഇപ്പം പുതിയൊരാളാണ് ഇത് വെട്ടാൻ വന്നിട്ടുള്ളത്. വെട്ടുന്ന ആളുടെ പേര് മധു എന്നാണ്. അപ്പം ഇത്രയൊക്കെ തന്നെ. പിന്നെ മുമ്പ് ഇത് ഉറവിക്കുകയാണ് ഇങ്ങനെ ചില്ലടിച്ചിട്ട്. പക്ഷേ ഇപ്പം ഇത് പാല് കൊടുക്കാന്നുള്ള രീതിയിലാണ് ആക്കിയിട്ടുള്ളത്. മോശമില്ലാത്ത പാലെല്ലാം വരുന്നുണ്ട് ഓരോന്നെല്ലാം. ചില്ലടിക്കാത്തെല്ലാം നമ്മൾ ജസ്റ്റ് ചില്ലടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ ടാപ്പിങ്ങുകാർക്കെല്ലാം പണി കുറവാണ്, ടാപ്പിങ് തൊഴിലാളികൾക്കെല്ലാം. അപ്പം റെയിൻ ഗാർഡ് ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ മാത്രമേ നമുക്ക് പണിയൊക്കെ കിട്ടും. അപ്പം 3 രൂപയാണ് ഷീറ്റാക്കി കൊടുക്കുന്നതിന്. പക്ഷേ പാല് മാത്രം എടുത്തിട്ട് ഡ്രമ്മിലൊഴിച്ച് അതിന് 2.5 രൂപയാണ്. അപ്പം ഇവിടെ അങ്ങനെയാണ് കൊടുക്കുന്നത്, ഡ്രമ്മിലേക്ക് ഒഴിക്കുന്നത്. ഇവിടെ ഷീറ്റാക്കുന്നില്ല. അപ്പം ഇതൊരു 10-400ഓളം മരങ്ങളുണ്ട് ഒരു ദിവസം ചെയ്യാൻ. അങ്ങനത്തെ 3 ബ്ലോക്ക് ഉണ്ട്. അപ്പം ഇദ്ദേഹം തന്നെയാണ് ഇത് 3 ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പം ഇതിന് ചിരട്ടയൊക്കെ വെച്ച് കെട്ടണം. ഇനി അതാണ് ഇനി വേണ്ടുന്നത്. ഇത് ഒന്ന് തെളിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ളത്, മാർക്ക് ചെയ്തിട്ടില്ല. ഇനി കമ്പിയും ചിരട്ടയും കെട്ടണം. അത് കഴിഞ്ഞാലാണ് ഇനി ബാക്കി ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.